Structural Analysis 2 സബ്ജക്റ്റിലെ സെപ്റ്റംബർ 2020 സപ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഗിവൻ ഇൻ ദ ഫിഗർ യൂസിങ് 3 മൊമെന്റ് ഇക്വേഷൻ. ഇപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടിന്യൂസ് ബീമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എ ബി സ്പാൻ 4 മീറ്റേഴ്സ് ആണ്. ബി സി സ്പാൻ എന്ന് പറയുമ്പോൾ 1.5 + 2.5 4 മീറ്റേഴ്സ്. പിന്നെ സി ഡി സ്പാൻ എന്ന് പറഞ്ഞാൽ 3 മീറ്റേഴ്സ് ആണ്. എ ബിയിൽ ത്രൂ ഔട്ട് ഒരു യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത് 30 kN/m. പിന്നെ ബി സിയിൽ ഫ്രം ബി സപ്പോർട്ട് അറ്റ് 1.5 മീറ്റർ ഡിസ്റ്റൻസ് യു ആർ ഹാവിങ് എ പോയിന്റ് ലോഡ് 50 kN. പിന്നെ സി ഡി പോർഷൻ ഒരു ഓവർഹാങ്ങിങ് ആണ്, ഓവർഹാങ്ങിങ് ബീമാണ് വിച്ച് ഇസ് ഹാവിങ് എ യു ഡി എൽ ഓഫ് 20 kN/m. ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഗിവൺ ആണ്. എ ബി സ്പാൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ, ബി സി സ്പാനിൻ്റെ 2i, സി ഡി സ്പാനിൻ്റെ i. നമ്മൾ എന്ത് ചെയ്യണം? 3 മൊമെന്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള അൺനോൺ മൊമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഈ ഒരു ബീം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത്, മൊമെന്റ് അറ്റ് സി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? സി ഡി എന്ന് പറയുന്ന പോർഷൻ ഓവർ ഹാങ്ങിങ് ആണ്, അതുകൊണ്ട് തന്നെ മൊമെന്റ് അറ്റ് സി നമുക്ക് ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി കമ്മിങ് ടു മൊമെന്റ് അറ്റ് എ ആൻഡ് മൊമെന്റ് അറ്റ് ബി, ഈ രണ്ടുമാണ് നമുക്ക് അൺനോൺസ് ആയിട്ടുള്ളത്. നമുക്ക് ആ 2 അൺനോൺസ് ഉണ്ടെങ്കിൽ 2 3 മൊമെന്റ് ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? എ സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്. അപ്പോൾ എപ്പോഴാണോ ഫിക്സ്ഡ് സപ്പോർട്ട് ഉള്ളത് നമ്മളൊരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യും ആൻഡ് ലെറ്റ് us നെയിം ഇറ്റ് ആസ് എ ഡാഷ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഒരു സ്പാൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ എ ഡാഷ് എ എന്ന രീതിയിൽ എടുക്കും. സ്പാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ L0 ആയിരിക്കും മാർക്ക് ചെയ്യുക. പിന്നെ ഫ്ലെക്ഷണൽ റിജിഡിറ്റി EI ഇസ് ടേക്കൺ ആസ് ഇൻഫിനിറ്റി. നമ്മുടെ 3 മൊമെന്റ് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ സെറ്റിൽമെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു സപ്പോർട്ടും സെറ്റിലായി എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന 3 മൊമെന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇറ്റ് വിൽ ബി MA × L1/I1 + 2MB × L1/I1 + L2/I2 + MC × L2/I2 is equal to -6A1A1/I1L1 - 6A2A2/I2L2. ഇപ്പോൾ സെറ്റിൽമെന്റ് വരാത്ത കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. ഇനി സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതുപോലെ 2 ടേംസും കൂടി വന്നേനെ. സിൻസ് വി ആർ നോട്ട് ഹാവിങ് എനി സെറ്റിൽമെന്റ് ഇൻ ദ ക്വസ്റ്റ്യൻ, ദർ ഇസ് നോ നീഡ് ഓഫ് യൂസിങ് ദ അതർ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു എ സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് ഒരു ഇമാജിനറി സ്പാൻ എ ഡാഷ് എ കൺസിഡർ ചെയ്യണം ഓഫ് ലെങ്ത് L0 ആൻഡ് ഇൻഫിനിറ്റ് ഫ്ലെക്ഷറൽ റിജിഡിറ്റി EI ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി? സോ നമുക്കിനി എഡീഷണൽ ആയിട്ടുള്ള ഇമാജിനറി സ്പാന് വരച്ചിട്ടുള്ള ആ ഫിഗർ ഒന്ന് നോക്കാം. നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിലെ ഫിഗർ ഇതായിരുന്നു, എ ബി സി ഡി. ഈ രീതിയിലായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. നമ്മൾ ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് ഒരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്തു. എ ഡാഷ് സപ്പോർട്ട് എ ഡാഷ് എന്നാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ സ്പാൻ ലെങ്ത് നമ്മൾ L0 എന്നാണ് എടുത്തേക്കുന്നത്. പിന്നെ EI എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടേക്കൺ ആസ് ഇൻഫിനിറ്റി. ഓക്കെ, ഇനി എ ബി സ്പാൻ ലെങ്ത് ഓൾറെഡി പറഞ്ഞു 4 ആണ്, ബി സി 4 ആണ്, സി ഡി 3 ആണ്. പിന്നെ ലോഡിംഗ് കണ്ടീഷനൊക്കെ അതേപോലെ തന്നെ കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫ്രീ മൊമെന്റ് ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രീ മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ ബി സ്പാനിന് സ്പാനിൻ്റെ ഫ്രീ മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു പാരബോള ആയിരിക്കും, കാരണം യു ഡി എൽ ആണ് ഇവിടെ വരുന്നത്. സോ യു വിൽ ബി ഹാവിങ് എ പാരബോള. അപ്പോൾ ഈ പാരബോളയുടെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? WL²/8 ആണ്. W വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 30 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ 4²/8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാരബോള ഫ്രീ മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്റ്റേണൽ ലോഡിംഗ് കാരണം വരുന്ന മൊമെന്റ് ഡയഗ്രമാണ്. ഇപ്പോൾ എ ബി സ്പാനിലെ ഈ 30 kN/m എന്ന ലോഡ് കാരണം വരുന്ന മൊമെന്റ് ഡയഗ്രമാണ് ഇത്. ഇനി ബി സി സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്തു. ബി സി സ്പാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു എക്സെൻട്രിക് ലോഡിംഗ് ആണ് ഇവിടെ വന്നേക്കുന്നത് 50 kN. ബി സപ്പോർട്ടിൽ നിന്നും 1.5 മീറ്റേഴ്സിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീ മൊമെന്റ് ഡയഗ്രം എങ്ങനെയായിരിക്കും? അതൊരു ട്രയാങ്കിൾ ആയിരിക്കും. പോയിന്റ് ലോഡ് ആണെങ്കിൽ ട്രയാങ്കിൾ ആണ് ഫ്രീ മൊമെന്റ് ഡയഗ്രം വരിക. സോ ഇതിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? WAB/L ആണ്. എ എന്ന് പറഞ്ഞാൽ 1.5, ബി എന്ന് പറഞ്ഞാൽ 2.5, W ഹിയർ ഇസ് 50 ഡിവൈഡ് ബൈ L എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് സ്പാൻ ലെങ്ത്. സോ 50 × 1.5 × 2.5/4 ഇസ് ഈക്വൽ ടു 46.88. നമ്മൾ ഇത് ചെയ്തപ്പോൾ മാക്സിമം ഓർഡിനേറ്റ് 60 കിട്ടി. ട്രയാങ്കിളുടെ മാക്സിമം ഓർഡിനേറ്റ് 46.88 ആണ് കിട്ടിയത്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് സ്പാൻ എ ബിയുടെ മാക്സിമം ഓർഡിനേറ്റ് WL²/8 അത് 60 കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഇനി ആ പാരബോളയുടെ ഏരിയ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാരബോളയുടെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ 2/3 BH ആണ്. ബി എന്ന് പറഞ്ഞാൽ ആ സ്പാൻ ലെങ്ത് 4 ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ആ ഓർഡിനേറ്റിന്റെ ഹൈറ്റ് 60. ഇത് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 160 മീറ്റർ സ്ക്വയർ ആണ്. ഇനി കമ്മിങ് ടു സ്പാൻ BC, വീണ്ടും ഞാൻ പറഞ്ഞു തന്നു ട്രയാങ്കിൾ ആണ്. അവിടുത്തെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ WAB/L ആണ്. സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 46.88 kN മീറ്റർ ആണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഏരിയ, മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് BH ആയിരിക്കും. സോ 1/2 ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പാൻ ലെങ്ത് 4 ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ 46.88. ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 93.75 എന്നാണ് കിട്ടുക. നമ്മുടെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ അതിൻ്റെ മാക്സിമം ഓർഡിനേറ്റും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ത്രീ മൊമെന്റ് ഇക്വേഷൻ ഓരോ സ്പാനിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം സ്പാൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ 2 സ്പാൻസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 സപ്പോർട്ട്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് സ്പാൻസിനായിരിക്കും? A', അതേപോലെ ABക്കായിരിക്കും. നമുക്കറിയാം ഇവിടെ ഫ്രീ മൊമെന്റ് ഡയഗ്രം ഒന്നും വരില്ല, ലോഡിംഗ് കണ്ടീഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ വരുന്ന ഈ ഒരു പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പിന്നെ അതിൻ്റെ ഓർഡിനേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതും 0 ആയിരിക്കും. കമ്മിങ് ടു AB സ്പാൻ, അതിൻ്റെ ഫ്രീ മൊമെന്റ് ഡയഗ്രം നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ m0 ഇൻറ്റു L0/α, അതായത് നമ്മുടെ ഇക്വേഷൻ ക്വസ്റ്റനിൽ എങ്ങനെയാണുള്ളത് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റുവാണ്. m0 ഇൻറ്റു L0/α വരും ഫസ്റ്റ് ടേം, പ്ലസ് 2ma ഇൻറ്റു L0/α പ്ലസ് 4/i പ്ലസ് mb ഇൻറ്റു 4/i which is equal to minus 6a1a1/i1l1. അതെങ്ങനെ എഴുതിയത് നോക്കിയേ. ഇതാണ് നമ്മുടെ A', അതേപോലെ AB സ്പാൻ. ഈ 3 സപ്പോർട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 3 സപ്പോർട്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം ma ഇൻറ്റു L1/i1 എന്നാണ് ഇക്വേഷനിൽ വരിക. ma എന്ന് പറഞ്ഞാൽ എന്താ? ma' ഈ ടേമാണ് വരിക. മൾട്ടിപ്ലൈഡ് ബൈ L1/i1. L1ന്റെ വാല്യൂ L0 ആണ്. ബൈ I1 ഓൾറെഡി പറഞ്ഞു ഫ്ലെക്ഷ്വൽ റിജിഡിറ്റി ആൽഫ എന്നാണ്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. സോ അത് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ടേം ആണ് ട്വൈസ് ma എന്ന് പറഞ്ഞ് എഴുതുക ഇക്വേഷനിൽ. സോ 2ma ഇൻറ്റു ഇവിടെയുള്ള L1/i1 പ്ലസ് ഇവിടെ വരുന്ന L2/i2. അപ്പോൾ L2/i2 എന്ന് പറയുമ്പോൾ ഇതെന്താണ്? L വാല്യൂ 4/i2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ I എന്താണ്? I. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. പ്ലസ് mb ഇൻറ്റു 4/i. അങ്ങനെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ A', A ആൻഡ് ABയിൽ വരുന്ന ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടേം എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ഈ ഫസ്റ്റ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ -6a1a1/i1l1ൽ A1 എന്ന് പറഞ്ഞ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ഒട്ടുമില്ല, അല്ലെങ്കിൽ ആ ഏരിയ 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ആ കംപ്ലീറ്റ് ടേം 0 ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി ABയിലാണ് -6a2a2/i2l2 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്ന ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ എന്താണ്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, A2 സ്മോൾ a2 എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡിനേറ്റ് ആണ്. അപ്പോൾ ഓർഡിനേറ്റ് എടുക്കുമ്പം A', AB ആണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഇവിടെ വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഓർഡിനേറ്റ് എടുക്കുന്ന സമയത്ത് 2 സ്പാൻസ് ഉണ്ടെങ്കിൽ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കും, പിന്നെ മറ്റൊന്ന് റൈറ്റ് സപ്പോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കേണ്ടത്. സോ AB നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എവിടുന്ന് എവിടത്തേക്കാണ് എടുക്കേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, എക്സാക്ട്ലി ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ സെന്ററിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4/2 ആണ് വരിക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഇസ് -6 ഇൻറ്റു ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അത് 160 ആയിരുന്നു. പിന്നെ സ്മോൾ a2 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡ് ബൈ I2L2. എന്തായിരുന്നു I2L2ന്റെ വാല്യൂ? I2യുടെ വാല്യൂ I തന്നെയാണ്, L2യുടെ വാല്യൂ 4 ആണ്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് 8ma + 4mb is equal to -480. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്പാൻ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ആദ്യം A', AB കൺസിഡർ ചെയ്തു. ഇനിയിപ്പം AB, BC ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ AB, BC കൺസിഡർ ചെയ്യുമ്പം നമ്മുടെ A1 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഏരിയ, A2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, പിന്നെ സ്മോൾ a1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, സ്മോൾ a2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്.
അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്പാൻസ് എ ബി ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഫിഗർ നോക്കിയിട്ട് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാം. സോ എം എ എന്ന് പറഞ്ഞാൽ ഇതാണ് എം എ ഇൻറ്റു L1 by I1. L1 എന്ന് പറഞ്ഞാൽ എന്താ 4 by I1 എന്ന് പറഞ്ഞാൽ I തന്നെ. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് 2 times MB വരും ഇൻറ്റു ഇവിടെ വരുന്ന L1 by I1 തന്നെ, അപ്പോൾ 4 by I. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ബി സി സ്പാനിൽ വരുന്ന L1 L2 by I2, അതായത് ഇതെന്താണ് 4 by 2I. ആ ഇക്വേഷനാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് -6A1 A1 by I1 L1 -6A2 A2 by I2 L2 ഇങ്ങനെയാണ് ഇക്വേഷൻ വരേണ്ടത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പാൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രമാണ് ഇത്, എ ബി ബി സി. അപ്പം -6A1 A1 എന്ന് പറയുമ്പോൾ എന്താ, ഇതിൻ്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ബൈ I1 L1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസും ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും. അതുപോലെ പിന്നെ എന്താ വരിക, പിന്നെ -6A2 A2 വരുന്നില്ലേ, A2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള സെൻട്രൽ ഡിസ്റ്റൻസ് ബൈ I2 L2 എന്ന് പറയുമ്പം 2I ഇൻറ്റു ഇവിടുത്തെ സ്പാൻ 4. ഇതാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, MA ഇൻറ്റു 4 by I പ്ലസ് 2MB ഇൻറ്റു 4 by I പ്ലസ് 4 by 2I പ്ലസ് MC ഇൻറ്റു 4 by 2I. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ -6 ഇൻറ്റു 160 നമ്മുടെ പാരബോളിക് കർവിൻ്റെ ഏരിയ ആണിത്. പിന്നെ അതിന് കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പാൻ എന്ന് പറഞ്ഞാൽ 4 ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് സെൻറ്ററിലാണ് എടുക്കേണ്ടത്, അപ്പോൾ 2 വരും. ബൈ I2 L2 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഫോർ സെക്കൻഡ് സ്പാൻ, അതായത് എ ബി സ്പാൻ I ആണ്. അതേപോലെ അതിൻ്റെ സ്പാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി -6 ഇൻറ്റു A2 ആണ് വേണ്ടത്. ഈ A2 എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഫോർ ട്രയാങ്കിൾ ആണ്. ഈ സ്മോൾ A2 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സപ്പോർട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന ആ ഒരു സെൻട്രൽ ഡിസ്റ്റൻസ്, അത് 2.17 ആയിരിക്കും. ഈ 2.17 എടുക്കുന്നത് എങ്ങനെയാണ്, ഇറ്റ് വിൽ ബി L പ്ലസ് ബി ബൈ 3. L പ്ലസ് ബി ബൈ 3 എന്ന ഇക്വേഷനാണ് എടുക്കേണ്ടത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. L പ്ലസ് ബി ബൈ 3 എന്ന് പറഞ്ഞാൽ എ ഈ ഡിസ്റ്റൻസ് ആണ്, ബി ഈ ഡിസ്റ്റൻസ് ആണ്. എ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് 1.5, ഇവിടുന്ന് ഇവിടത്തേക്ക് 2.5. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ സ്പാൻ കൺസിഡർ ചെയ്യുമ്പം A2 എന്ന് പറയുമ്പം എവിടുന്ന് എവിടത്തേക്കാണ്, സ്മോൾ A2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതിൻ്റെ സെൻട്രൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ആ സെൻട്രൽ ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോമിലാണ് L പ്ലസ് ബി ബൈ 3. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 ആണ്, ബി എന്ന് പറഞ്ഞാൽ ഈ 2.5 ആണ്. അപ്പോൾ 4 പ്ലസ് 2.5 by 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.17 ആയിരിക്കും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ബൈ I2 L2. I2 L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീമിൽ വരുന്ന I വാല്യൂ 2I ആണ്, L2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, MA ടേംസിൽ നമുക്കൊരു വാല്യൂ കിട്ടും, MB ടേംസിലൊരു വാല്യൂ കിട്ടും, അതുപോലെ MC ടേംസിലൊരു വാല്യൂ കിട്ടും. ഈ ഇക്വേഷനിൽ ത്രൂ ഔട്ട് I ഉണ്ട്, അതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ആവും. അതുകൊണ്ടാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പം I ടേം ഇല്ലാത്തത്. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് -632.6 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു MC എന്ന് പറയുന്നതിൻ്റെ മൊമെൻറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ആ MC മൊമെൻറ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്പാൻ CD. ഓക്കെ, മൊമെൻറ്റ് അറ്റ് C ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ത്രൂ ഔട്ട് ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഈ ലോഡ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ സെൻറ്റർ പോയിൻറ്റ്. ഓക്കെ, അതായത് 20 × 3 × 1.5 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റ് കിട്ടുക. പിന്നെ ഈ ഒരു ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ആൻസർ നെഗറ്റീവിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, MCക്ക് പകരം ആ വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ MCയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, MC is equal to -20 × 3 × 1.5. ത്രൂ ഔട്ട് UDL ആണ്. ആ UDL ഒരു സ്പാൻ ലെങ്ത് 3ലാണ് ആക്ട് ചെയ്യുന്നത്, 3 meters ആണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ മൾട്ടിപ്ലൈഡ് ബൈ ദ സെൻറ്റർ പോയിന്റ്, ഇത് 1.5 ആയിരിക്കും. ഇപ്പോൾ 90 കിട്ടി. നെഗറ്റീവ് എന്ന് എഴുതാൻ കാരണം ഹോഗിങ് മൊമെൻ്റ് ആയതുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇക്വേഷനിൽ
4MA plus 12MB plus 2MC എന്നല്ലേ എഴുതിയേക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഈ MC ടേംസിൽ എഴുതി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 അൺനോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 4MA plus 12MB is equal to ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂ എന്താണെന്ന് നോക്കാം. 4MA plus 12MB is equal to minus 452.6. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഒന്ന് കാണിച്ചു തരാം. 8MA plus 4MB is equal to minus 480. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ 4MA plus 12MB is equal to minus 452.6 ആണ്. കാൽക്കുലേറ്ററിൽ ഈ രണ്ട് വാല്യൂസും ഈ രണ്ട് ഇക്വേഷൻസും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് MA MB വാല്യൂ കിട്ടും. MA വാല്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് 49.37ഉം MB വാല്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് 21.26 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് അൺനോൺസ് ആയ MA അതേപോലെ MB, മൊമെന്റ് സെറ്റ് A അതേപോലെ മൊമെന്റ് സെറ്റ് Bയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്.